യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങൾ അത് ദൈവസന്നിധിയിൽ എത്തി എന്ന് പൂർണ്ണമായ ഒരു ബോധ്യം ലഭിച്ചിട്ടും അങ്ങനെയുള്ള വിഷയത്തിനകത്ത് ഒരു ചലനവും സംഭവിക്കാതിരിക്കുമ്പോൾ ഇന്ന് ഈ നിമിഷം അങ്ങനെയുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. ആ വിഷയത്തിനകത്ത് ഒരു ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ ലാസർ എന്നൊരു മനുഷ്യൻ തന്റെ സഹോദരിമാർ ലാസർ ദീനമായി കിടക്കുമ്പോൾ കർത്താവ് പാർക്കുന്ന ഇടത്ത് കർത്താവ് ഉള്ള സ്ഥലത്ത് ആളെ അയച്ചിട്ട് പറയുകയാണ്, നിന്റെ സ്നേഹിതൻ ദീനമായി കിടക്കുകയാണ്. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, യേശു ഈ വാർത്ത കേട്ടിട്ട് താൻ പാർത്ത സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. ഇന്ന് ഒന്ന് മനസ്സിലാക്കണമേ ദൈവമക്കളെ, ഈ വാർത്ത ദൈവത്തിന്റെ കാതുകളിൽ എത്തുമ്പോൾ തന്നെ ദൈവം ലാസറിന്റെ അടുത്തേക്ക് വരികയല്ല, ഒരു 2 ദിവസം കൂടെ താൻ ആയിരുന്ന സ്ഥലത്ത് പാർക്കുകയാണ്. ആമേൻ. ഇതുപോലെ അല്ലേ നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നാം കർത്താവിനോട് പറഞ്ഞ് വേഗത്തിൽ ഒരു മറുപടി ലഭിക്കുമെന്ന് നാം വളരെയധികം ആഗ്രഹിച്ച് ഇരിക്കുമ്പോൾ അതിനകത്ത് ഒരു ചലനവും കാണാതിരിക്കുമ്പോൾ ഇന്ന് ആ ഭാഗത്തിൽ കർത്താവ് പറയുന്നു, ഈ ദീനം മരണത്തിനായിട്ടല്ല, മറിച്ച് ദൈവമഹത്വം വെളിപ്പെടാനത്രേ എന്ന്. അങ്ങനെയാണെങ്കിൽ ചിലതൊക്കെ ഡിലേ ആവുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടും ചിലതൊക്കെ വല്ലാതെ താമസിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ ദൂത് ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം. ആ വിഷയത്തിനകത്ത് നിങ്ങൾ ഒരു ദൈവമഹത്വത്തെ കാണാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് ഈ നിമിഷം എത്ര പേർക്ക് അതിനെ ഒന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? ചിലതൊക്കെ ഡിലേ ആകുമ്പോൾ, ചിലതൊക്കെ വൈകുമ്പോൾ, അതിനകത്ത് ആ വിഷയത്തിനകത്ത് ഒരു ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്.